ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് 2024 ഇയറിലത്തെ അവസാനത്തെ ദിവസമാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെൻറ്റിമെൻ്റ് എല്ലാം തന്നെ വീക്കാണ്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളിൽ വീണ്ടും നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ എല്ലാ ഇൻഡെക്സുകളും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. NVIDIA മാത്രമാണ് ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മറ്റെല്ലാ സ്റ്റോക്കുകളും വീക്കാണ്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് സെൻറ്റിമെൻ്റ് ആയിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ചൈനയിൽ സ്വല്പം ബെറ്റർ ക്ലോസിംഗ് ആയിരുന്നു ഇന്ന് ചൈനീസ് മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ട്രേഡിംഗ് ആണ്. ജാപ്പനീസ് മാർക്കറ്റുകൾക്കും അതുപോലെ തന്നെ സൗത്ത് കൊറിയൻ മാർക്കറ്റുകൾക്കൊക്കെ ഇന്ന് ഹോളിഡേ ആണ്. നാളെയും പല മാർക്കറ്റുകൾക്ക് ന്യൂ ഇയർ പ്രമാണിച്ച് ഹോളിഡേ ആണ്. ഇന്നലെ നമ്മുടെ മാർക്കറ്റിലും നല്ല സെല്ലിംഗ് പ്രഷറാണ് നമ്മൾ കണ്ടത്. നിഫ്റ്റിയും സെൻസസും വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കമോഡിറ്റികളും ഇന്നലെ വീക്കാണ്. ഇന്ന് മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡ് $2,600 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. അറൗണ്ട് $14 താഴെയാണ് ഇന്നലത്തെ റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സിൽവർ വീക്കാണ്. അതുപോലെ തന്നെ സിങ്കും അലുമിനിയാണ് ഇന്ന് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് വീണ്ടും താഴെ വന്നിരിക്കുകയാണ്. 85.54 US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് റുപ്പി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. റുപ്പി വീക്ക്നെസ് തന്നെയാണ് നമ്മുടെ എക്കണോമിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്നത്. അതോടൊപ്പം തന്നെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് ഈ ന്യൂസ് പോസിറ്റീവാണ്. ഓവറോൾ നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സെല്ലിംഗ് മൂഡ് തന്നെയാണ്. നാളെ മുതൽ Q3 അതുപോലെ തന്നെ ഡിസംബർ ഓട്ടോ സെയിൽസ് അപ്ഡേറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ചുള്ളൊരു ഇമ്പാക്റ്റാണ് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ ഗ്ലോബൽ ഫാക്ടേഴ്സ് തന്നെയാണ് നമ്മുടെ ട്രെൻഡിന് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ കീറ്റെക്സ് 2:1 ബോണസ് ഇഷ്യൂ അനൗൺസ് ചെയ്തിരുന്നു. അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് അനൗൺസ്മെൻറ്റ് വന്നേക്കാം. അതുപോലെ തന്നെ സീമൻസ് 1:1 ഡീമർജർ അനൗൺസ് ചെയ്തിരുന്നു. അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് അനൗൺസ് ചെയ്തേക്കാം. അപ്പോൾ മാർക്കറ്റ് വോളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപകർക്ക് ബോണസ് ഡീമർജറായിട്ട് കീറ്റെക്സും അതുപോലെ തന്നെ സീമൻസും വാങ്ങുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ബാങ്കിങ് സെക്ടറിൽ നിന്ന് വരുന്ന ന്യൂസുകളെല്ലാം പോസിറ്റീവ് തന്നെയാണ്. ഗവൺമെൻറ്റും RBI ഒക്കെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് ബാങ്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഗ്രോസ് NPA ലെവൽ 12 വർഷത്തെ താഴെ ലെവലിൽ എത്തിയിരിക്കുകയാണ് സെപ്റ്റംബർ എൻഡ് ചെയ്യിക്കുമ്പോൾ എന്നുള്ള റിപ്പോർട്ടുകളാണ്. തീർച്ചയായിട്ടും PSU ബാങ്കുകളാണ് സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ ഒരു പക്ഷേ മുമ്പ് റിക്കവറി നടത്താൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ് SBI, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇത്തരത്തിലുള്ള PSU ബാങ്കുകൾ. അതോടൊപ്പം തന്നെ HDFC ബാങ്ക്, ICICI ബാങ്ക്, ഈ ബാങ്കുകളൊക്കെ മാർക്കറ്റ് ലോവർ ലെവലിൽ വരുന്ന സമയങ്ങളിൽ ഒരുപക്ഷെ റിക്കവറി ടൈമിൽ മുമ്പ് റിക്കവർ ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. മസഗൺ ഡോക്ക് ഡിഫൻസ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. 1990 കോടിക്കധികം രൂപയ്ക്കുള്ള ഓർഡറാണ്. വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. ധാരാളം ന്യൂസ് ഫ്ലോസ് മസഗൺ ഡോക്കിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഷിപ്പ് ബിൽഡിംഗ് കമ്പനികൾക്കും ധാരാളം ഓർഡേഴ്സൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊതുവെ ഷിപ്പ് ബിൽഡിങ്ങിന് ബഡ്ജറ്റിൽ വലിയ രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ വരുന്നുള്ള ന്യൂസൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ തീർച്ചയായിട്ടും ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ് ഇന്ത്യയിലത്തെ ഷിപ്പിംഗ് സ്റ്റോക്കുകൾ. RVNL വീണ്ടും ഒരു ലോവസ്റ്റ് ബിഡർ ആയിരിക്കാണ്. വീണ്ടും ഒരു ഓർഡർ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സൊമാറ്റോ ഫണ്ട് ചെയ്തിട്ടുള്ള മാജിക് പിൻ എന്ന് പറയുന്ന ഇന്ത്യയിലത്തെ 3rd ലാർജസ്റ്റ് ഫുഡ് ഡെലിവറി ആപ്പാണ്. അവരും IPOയ്ക്ക് തയ്യാറെടുക്കുകയാണ്. തീർച്ചയായിട്ടും സൊമാറ്റോനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കാരണം സൊമാറ്റോയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റലൈസ് ചെയ്യാനുള്ളൊരു അവസരം കൂടി ലഭിക്കുകയാണ്. ഇതൊക്കെയാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ SME ലിസ്റ്റിംഗ് നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന അന്യ പോളിടെക് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നു. 439.8 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷനാണ്. ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇപ്പോൾ അറൗണ്ട് 50% ഉണ്ട്. അപ്പോൾ 50% ഗെയിനോട് കൂടിയിട്ട് ലിസ്റ്റ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. ജനുവരി 2 ലിസ്റ്റിംഗ് വരുന്നത്. നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന മറ്റൊരു പ്രിസിഷൻ എഞ്ചിനീയറിംഗ് സ്റ്റോക്ക് യൂണിമെക് എയറോസ്പേസ് ഇന്ന് ലിസ്റ്റ് ചെയ്യാണ്. 785 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ്. നല്ല ലിസ്റ്റിംഗ്
ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. അറൗണ്ട് 70% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനുള്ള സാധ്യതകളാണ്. ഒരു പക്ഷേ ഫർദർ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. കാരണം അടുത്ത വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് രംഗത്തുള്ള സ്റ്റോക്കുകളാണ്. അത്തരത്തിലുള്ള സ്റ്റോക്കും കൂടിയാണ് യൂണിമെക് എയറോസ്പേസ്. ഇനി എക്സ്പ്ലെയിനബിൾ എ ഐ, അതായത് എക്സ്പ്ലെയിനബിൾ എ ഐ എന്ന് പറയുമ്പോൾ ഒരു എ ഐ സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ സാധാരണ രീതിയായിട്ട് അത് യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് ധാരാളം ഡൗട്ടുകൾ ഉണ്ടാവും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു എ ഐ ആണ്. ഇത്തരത്തിലുള്ള ഒരു എ ഐയും കൂടി ജനറേറ്റീവ് എ ഐയുടെ സബ് ഡിവിഷനായിട്ട് വരികയാണ്. വലിയ രീതിയിലുള്ള ബിസിനസ് എക്സ്പാൻഷൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു നല്ലൊരു പ്രൊഡക്റ്റായിട്ട് മാറാനാണ് ചാൻസസ് കൂടുതൽ. ഉദാഹരണത്തിന് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എ ഐയുടെ സഹായത്തോടു കൂടി ഇരിക്കുന്ന ഒരു അഡ്വൈസിന് എന്തുകൊണ്ടാണ് ഈ എ ഐ ഇത്തരത്തിൽ അഡ്വൈസ് നടത്തുന്നത് എന്നുള്ളതിനെ എക്സ്പ്ലെയിനിങ് ചെയ്ത് തരുന്ന തരത്തിലുള്ള സിസ്റ്റം കൂടി വരികയാണ്. അപ്പോൾ എക്സ്പ്ലെയിനബിൾ എ ഐ വീണ്ടും ന്യൂസിൽ വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനറേറ്റീവ് എ ഐ, അതുപോലെ തന്നെ ഏജൻറ്റിക് എ ഐ, അതുപോലെ തന്നെ എക്സ്പ്ലെയിനബിൾ എ ഐ, ഇത്തരത്തിലുള്ള വേരിയൻറ്റുകളിൽ വേരിയൻറ്റുകൾ ഉപയോഗിച്ച് ടൂളുകൾ ഉപയോഗിക്കുന്ന IT കമ്പനികളെ സംബന്ധിച്ചത് പോസിറ്റീവ് ന്യൂസാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. അതോടൊപ്പം തന്നെ അഡാനി ഗ്രൂപ്പ് അഡാനി വിൽമറിൽ നിന്ന് എക്സിറ്റ് അടിച്ചിരിക്കുകയാണ്. അറൗണ്ട് 44% സ്റ്റേക്കാണ് ഉണ്ടായിരുന്നത്. അറൗണ്ട് $2.2 ബില്യൺ ഡീലാണ് വന്നിരിക്കുന്നത്. അഡാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ഇനി നാളെ മുതൽ പുതിയ ഒരു ജനറേഷനും കൂടി നമ്മുടെ ഭൂമിയിൽ വരികയാണ്. നമ്മൾ പോപ്പുലേഷൻ, അതായത് ജനനത്തിനനുസരിച്ച് നമ്മൾ പോപ്പുലേഷനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജനറേഷൻ ആൽഫയാണ്. ജനറേഷൻ ആൽഫ ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് വരെ ജനിക്കുന്ന കുട്ടികൾക്കാണ് ജനറേഷൻ ആൽഫ എന്ന് പേരിടുന്നത്. നാളെ മുതൽ ജനറേഷൻ ബീറ്റയാണ്. തീർച്ചയായിട്ടും 2025 മുതൽ 2039 വരെയാണ് ജനറേഷൻ ബീറ്റ ജനിക്കാൻ പോകുന്നത്. ഇവർ ജനിക്കുന്ന തന്നെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തേക്ക്. തീർച്ചയായിട്ടും വളരെ ഫാബുലസ് ആയിട്ടുള്ള ഇവൻറ്റുകളാണ് ഈ ജനറേഷൻ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തും മറ്റ് രംഗങ്ങളുണ്ടാവുന്ന എല്ലാ ബെനിഫിറ്റ്സും എൻജോയ് ചെയ്യാൻ പോകുന്നത്, വളരെ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പോകുന്നത് ജനറേഷൻ ബീറ്റയാണ്. 2025 തൊട്ട് 2039 വരെ ജനിക്കുന്ന ജനറേഷനെയാണ് ജനറേഷൻ ബീറ്റ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ജനറേഷൻ ആൽഫയാണ്. ജനറേഷൻ ആൽഫയും AI രംഗത്തും ടെക്നോളജി രംഗത്തും വളരെ ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ ഫർദർ ഫ്യൂച്ചർ ജനറേഷൻ വരുന്നത് വളരെ ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റിലേക്കാണ്. അതുപോലെ തന്നെ ഈ ജനറേഷൻ വളരെ ടെക് സവി ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെയാണ് വരുന്നത്. എക്സ്പെക്റ്റ് ചെയ്യുന്ന അറൗണ്ട് 16% ജനറേഷൻ ബീറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. നമ്മളെ സംബന്ധിച്ച് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. ഒരുപക്ഷെ നിഫ്റ്റി റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ലോവർ ലെവലിലേക്കൊക്കെ വലിയൊരു സെല്ലിംഗ് പ്രഷർ വരെ വരാനുള്ള സാധ്യതകളുണ്ട്. 23,263 ആണ് നിഫ്റ്റി റീസെൻ്റ് വന്നിട്ടുള്ള ലോ. അതുപോലെ തന്നെ സെൻസസ് 76,802 ഫർദർ വലിയ രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ വരികയാണെങ്കിൽ ആ രീതിയിലേക്ക് വന്നേക്കാം. ഒരുപക്ഷെ നിഫ്റ്റിയൊക്കെ 23,000 ലെവലിലേക്കൊക്കെ താഴെ വന്നേക്കാം. പക്ഷേ നാളെ മുതൽ പുറത്തു വരുന്ന ബിസിനസ് അപ്ഡേറ്റ് Q3, അതുപോലെ തന്നെ ഓട്ടോ സെയിൽസ് ഫിഗറുകൾ, ഗ്ലോബൽ ഫാക്ടേഴ്സ്, ബഡ്ജറ്റ് എക്സ്പെക്റ്റേഷൻസ്, ഇതൊക്കെയാണ് അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ മാർക്കറ്റിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.